സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന ഒട്ടേറെ പരാതികൾ പെട്ടിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ സംവിധായകൻ ഒമർ ലുലുവിനെതിരെയാണ് ഒരു ലൈംഗിക പീഡന പരാതി വന്നത്. യുവനടിയാണ് തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഒമർ ലുലു പീഡിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഇത് പീഡനമല്ല, സമ്മതത്തോടെയുള്ള ബന്ധമെന്നാണ് ഒമർ ലുലുവിന്റെ വിശദീകരണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സംവിധായകൻ ഒമർ ലുലുവിന് കോടതി ഇടക്കാല ജാമ്യവും അനുവദിച്ചു. ഹൈക്കോടതിയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് ചെയ്താൽ 50,000 രൂപയുടെ ആൾ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജൂൺ 6-ന് വിശദമായ വാദം കേൾക്കും. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇതിനു മുൻപ് ഈ സമീപ കാലത്ത് തന്നെ നിർമ്മാതാവും നടനുമായ വിജയ് ബാബുവിനെതിരെ, ഉണ്ണി മുകുന്ദനെതിരെ, അങ്ങനെ നിരവധി ആളുകൾക്കെതിരെ, പ്രമുഖ നടന്മാർക്കും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെതിരെ സമാനമായ രീതിയിലുള്ള പരാതികളൊക്കെ ഉയർന്നു വന്നതാണ്. എന്നാൽ ഇത് മുൻപ് ഈ വിജയ് ബാബുവിൻ്റെയും അതോടൊപ്പം ഉണ്ണി മുകുന്ദൻ്റെയൊക്കെ കേസ് പോലെ തന്നെ ഇതൊരു പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം എന്ന് തന്നെയാണ് ഒമർ ലുലുവും വിശദീകരിക്കുന്നത്. ഇന്ന് ഈ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു വിജയ് ബാബു ഈ ഒമർ ലുലു ചൂണ്ടിക്കാണിച്ചത്? ഒമർ ലുലു അക്കാര്യം നമ്മളോടും സൂചിപ്പിച്ചിട്ടുണ്ട്. ഒമർ ലുലു സൂചിപ്പിച്ചത് തന്നെയാണ്. കുറെ കാലമായി ഈ പ്രസ്തുത നടിയുമായി സൗഹൃദത്തിലായിരുന്നു. അത് ബ്രേക്കപ്പ് ആയപ്പോഴുണ്ടായ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു പരാതിയുമായി നടി മുന്നോട്ട് നീങ്ങിയത് എന്നാണ് ഒമർ ലുലുവിന്റെ വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്, അതായത് ഉഭയ സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണ് എന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് കോടതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ബോധ്യപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഒമർ ലുലുവിനെതിരെ പരാതിയുമായി ഈ നടി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. ഈ കേസിലാണ്, അതായത് ഒമർ ലുലുവിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുകയാണെങ്കിൽ 50,000 രൂപ ആൾജാമ്യത്തിൽ വിട്ടയക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ഒമർ ലുലു ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇടക്കാല ഉത്തരവാണ് കോടതിയുടെ. മുൻകൂർ ജാമ്യത്തിൽ ഒമർ ലുലുവിന്റെ മുൻകൂർ ജാമ്യത്തിലുള്ള ഇടക്കാല ഉത്തരവാണ് കോടതിയുടേത്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസ് കോടതിയിലെത്തുന്നത്. ആ ദിവസവും ഒമർ ലുലു ഇത്തരത്തിൽ പ്രതികരിച്ചിരുന്നു. താനുമായി സൗഹൃദത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഈ പരാതിക്ക് പിന്നിൽ, ഒരു നടിയാണ് ഈ പരാതിക്ക് പിന്നിൽ. ഈ പരാതിയുടെ അടിസ്ഥാനം തന്നെ ഇത്തരത്തിൽ താനുമായുള്ള ബന്ധം, അല്ലെങ്കിൽ താൻ ആ ബന്ധത്തിൽ നിന്നും പിന്മാറിയതിലുള്ള ഫ്രസ്ട്രേഷൻ മൂലമാണ് എന്ന് തന്നെയാണ് ഒമർ ലുലു നമ്മളോട് പ്രതികരിച്ചത്. അതേസമയം നടിയുടെ പരാതിയിൽ തനിക്ക് ഒമർ ലുലുവിന്റെ സിനിമകളിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് നിരന്തരം പീഡിപ്പിച്ചുവെന്നാണ് നടിയുടെ പരാതി. ആജ്ഞ, ഈ സമാനമായ മറ്റ് കേസുകളൊക്കെ, ഈ വിജയ് ബാബുവിന്റെ കേസൊക്കെ നമുക്കറിയാം, അത് കോടതിയിൽ വെച്ച് പിന്നീട് സെറ്റിലാകുന്ന സാഹചര്യമുണ്ടായി. ഇത് ഒമർ ലുലു സൂചിപ്പിച്ചതുപോലെ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് പരാതി എന്നാണോ ഒമർ ലുലു ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം? അതാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഒമർ ലുലുവിനെ ചോദ്യം ചെയ്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ നടിയുടെ പരാതി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചോദ്യം ചെയ്യലുണ്ടായത്. ഉടൻ തന്നെ ഈ മുൻ കേസുകളിൽ, അതുപോലെ ഉണ്ണി മുകുന്ദനും വിജയ് ബാബുവും ഒക്കെ ചെയ്തിരുന്ന പോലെ തന്നെ ഈ കാര്യത്തിൽ മുൻകൂർ ജാമ്യം തേടുകയാണ് ഒമർ ലുലു ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മുൻകൂർ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്താൽ തന്നെ 50,000 രൂപ ആൾജാമ്യത്തിൽ ഒമർ ലുലുവിനെ വിട്ടയക്കണമെന്നൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരം ഉഭയ സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക കേസുകൾ പലപ്പോഴും ഇങ്ങനെ ഒത്തുതീർപ്പായി പോകുന്ന സാഹചര്യമാണ് മുന്നോട്ടുള്ളത്. ഒമർ ലുലു തന്നെ പറയുന്നു, ബ്ലാക്ക് മെയിലിംഗിന് വേണ്ടിയിട്ടാണ് ഈ കേസ് ഈ നടി ഉന്നയിച്ചത്, യുവനടി ഉന്നയിച്ചതെന്ന് ഒമർ ലുലു തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ, അതായത് സ്ത്രീ പീഡന പരാതികളിൽ വളരെ പെട്ടെന്ന് തന്നെ നിയമവൃത്തങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പീഡന കേസുകൾ, പ്രത്യേകിച്ചും ഇത്തരത്തിലെന്ന് ഞാൻ പറഞ്ഞത് വ്യാജ പീഡന പരാതികൾ വളരെ ഏറെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കാലഘട്ടം കൂടിയാണ്. പലതും ഇത്തരത്തിൽ ഒരു പക്ഷേ പിന്നീട് ഒത്തുതീർപ്പിലോ അതല്ലെങ്കിൽ പിന്നീട് ആ കേസ് തള്ളിപ്പോകുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ള ഒരു നിരവധി കേസുകൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അതുമാത്രമല്ല, ഈ ഒരു നിയമം
അങ്ങേയറ്റം ദുർവിനിയോഗം ചെയ്യുന്ന സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട് കേട്ടോ. അതെ, തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കേസുകളൊക്കെ വ്യാജ ലൈംഗിക പീഡന പരാതികളൊക്കെ മുൻപ് ഉയർന്നു വന്നിട്ടുള്ളതാണ്. കോടതി അത് വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് കടക്കാറുമുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒമർ ലുലുവിന് ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ആജ്ഞ എന്തായാലും ഒമർ ലുലു തന്നെ ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ്, ഒരു ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഒമർ ലുലു തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുള്ള പീഡനമാണോ നടന്നത്? അത്തരമൊരു ഈ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തോ? ഇക്കാര്യത്തിലാണൊരു വ്യക്തത വരേണ്ടത്. ഒരുപക്ഷെ പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത ഉണ്ടാകാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഈ യുവനടി ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നൽകിയ പരാതിയിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞാണ് തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തത്, പീഡിപ്പിച്ചതെന്ന്. മറ്റെന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഈ പരാതിയിൽ? ഇവർ തമ്മിൽ എങ്ങനെയാണ് ഈ സൗഹൃദത്തിൽ വന്നത്? എത്ര നാളത്തെ ഈ ബന്ധമുണ്ട്? എത്ര നാൾ തുടർച്ചയായി പീഡിപ്പിച്ചു? തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ഒമർ ലുലു തന്നെ ലൈംഗികമായി നിരന്തരം പീഡിപ്പിച്ചു. പ്രത്യേകിച്ചും ഈ ഒരു വാഗ്ദാനം നൽകി, അതായത് അദ്ദേഹത്തിന്റെ സിനിമകളിലേക്ക് തനിക്ക് അവസരം നൽകാമെന്ന വാഗ്ദാനം നൽകിയാണ് ഇങ്ങനൊരു പീഡനത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലേക്ക് എത്തിയത് എന്നുള്ള പരാതി തന്നെയാണ്. ലൈംഗികമായി ഒമർ ലുലു ഈ ആവശ്യം മുൻനിർത്തി, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം നൽകാമെന്ന വാഗ്ദാനം മുൻനിർത്തി പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ പരാതി. അതാണ് അതിന്റെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഈ കാര്യത്തിൽ ഒമർ ലുലുവിന്റെ പ്രതികരണമാണ് നമ്മൾ തേടിയിട്ടുള്ളത്. ഒമർ ലുലുവിന്റെ പ്രതികരണം നമ്മൾ ഓൾറെഡി കേട്ടതാണ്. ഇങ്ങനെ തന്നെ പറയുന്നു, അതായത് ഞങ്ങൾ തമ്മിൽ സൗഹൃദത്തിലായിരുന്നു, ഈ സൗഹൃദത്തിലുണ്ടായ ബ്രേക്കപ്പ് ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്. അയാൾ പുതിയ സിനിമ തുടങ്ങാനുള്ള ഒരു സാഹചര്യമാണ്, അതിലേക്കൊന്നും അവസരം നൽകിയില്ല എന്നൊരു സാഹചര്യം കൂടി മുൻനിർത്തി ആയിരിക്കാം ഒരു പക്ഷേ ഈ നടി ഇങ്ങനെ പ്രതികരിച്ചത് എന്നാണ്. പക്ഷേ അത് ഒമർ ലുലുവിന്റെ ഭാഗം മാത്രമാണ്. പീഡന പരാതിയിൽ പരാതിക്കാരിയുടെ ഭാഗം കൂടി കേൾക്കേണ്ട ഒരു സാഹചര്യം കൊണ്ട് പരാതിക്കാരിയുടെ ഭാഗം പറയുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ നിരന്തരമായി തന്നെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു. ഇത്തരം പരാതികൾ മുൻപ് വിജയ് ബാബുവിന്റെ കേസിലും അതുപോലെ ഉണ്ണി മുകുന്ദന്റെ കേസിലും സിനിമാ കഥ പറയാൻ വേണ്ടി സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി ഉണ്ണി മുകുന്ദൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരാതിയുമായും ഇത്തരം കേസുകളൊക്കെ പിന്നീട് ഇത് ഉഭയ സമൂഹത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്ന സാഹചര്യമാണ് നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് വ്യാജ പരാതി എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് മുൻപേ ഇത്തരം സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾ മുതലെടുക്കപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടാകേണ്ടതുണ്ട്. കാരണം സിനിമയിൽ അവസരം തരാം, ജോലി വാഗ്ദാനം ചെയ്യാം, വിവാഹ വാഗ്ദാനത്തെ പറ്റി അടുത്ത് കോടതി അങ്ങനെ ക്ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. വിവാഹ വാഗ്ദാനത്തിന്റെ മേലുള്ള ലൈംഗിക പീഡനത്തെ അതിനെ ബലാത്സംഗ കേസുകളുടെ ഗണത്തിൽപ്പെടുത്താനാകില്ല എന്നൊരു നിർദ്ദേശം കോടതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്ത് നടപടിയാണ്, അല്ലെങ്കിൽ ഇത്തരം കേസുകൾ ഏതൊക്കെ തരത്തിലാണ് കേസാക്കി എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാകണം. അത് മാത്രമല്ല, ഇത് തെളിയുക കൂടി വേണം. ഈ പെൺകുട്ടി ഇങ്ങനെ പീഡനത്തിനിരയായതാണ്, പ്രത്യേകിച്ചും അത് ഒരു പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗികത ആയിരുന്നില്ല എന്നുകൂടി വ്യക്തമാക്കാൻ പെൺകുട്ടിക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ഈ കേസിൽ ന്യായമായ അല്ലെങ്കിൽ നീതിയുക്തമായ ഒരു വിധിക്ക് വേണ്ടി ആ പെൺകുട്ടിക്ക് കാത്തിരിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. ആജ്ഞ, ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കേസ് ഹൈക്കോടതി ഇനി പരിഗണിക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കേസ്. അതുവരെ അതിനു മുൻപ് അറസ്റ്റ് ചെയ്താൽ 50,000 രൂപ ആൾജാമ്യത്തിൽ വിട്ടയക്കണമെന്ന ഉപാധികളോടെയാണ് ഹൈക്കോടതി ഇപ്പോൾ ഇടക്കാല ജാമ്യം ഒമർ ലുലുവിന് അനുവദിച്ചിരിക്കുന്നത്. അതിനു മുൻപ് ഈ സംവിധായകനെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കം ഉണ്ടാകുമോ പോലീസിന്റെ ഭാഗത്തു നിന്ന്? നിലവിൽ ഒമർ ലുലു എവിടെയാണ് എന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ പോലീസിനുണ്ടോ? ഒമർ ലുലു ഒളിവിലായിരിക്കുന്ന ഒരു സാഹചര്യമല്ല ടോം ഇപ്പോഴുള്ളത്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. കാരണം അദ്ദേഹം നമ്മളോട് ടെലിഫോണിൽ
സംസാരിക്കുകയുണ്ടായി. ഇതിന്റെ കേസിന്റെ വിശദാംശങ്ങളും അല്ലെങ്കിൽ കേസിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്ന് പുള്ളിയുടെ വേർഷനും അദ്ദേഹത്തിന്റെ വേർഷനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒളിവിലല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ഇങ്ങനെ ഒരു സാഹചര്യം വെച്ചിരുന്നത് കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോലീസ് ഒമർലുലുവിനെതിരെ നടപടിയെടുത്താൽ അതിൽ അർത്ഥമില്ല എന്നൊരു സാഹചര്യത്തിലേക്കാണ് ഹൈക്കോടതി നിർദ്ദേശം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ ജൂൺ 6 ശേഷം എന്താണ് ഹൈക്കോടതിയുടെ നിലപാട് എന്നൊരു കാര്യത്തിൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഒമർലുലുവിനെതിരെ മറ്റു നടപടികൾ ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമാവുകയുള്ളൂ. കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ്, പരാതിയിലാണ് സംവിധായകൻ ഒമറുലുവിന് ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ഈ സമീപകാലത്ത് പോലീസുകാർ നിരവധി കേസുകളിൽ പെടുന്നത് ഒരു നിത്യസംഭവമായി മാറുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടാബന്ധം, മറ്റ് അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ, കൈക്കൂലി കേസ്, അങ്ങനെ നിരവധി പരാതികൾ നമ്മുടെ പോലീസ് സേനയ്ക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നാണ് ഒരു CI SI ഉൾപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാതി ഉയർന്നു വന്നത്. അതായത് ഒരു കേസിൽ പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു വളാഞ്ചേരി CIക്കും SIക്കും എതിരായിട്ടുള്ള പരാതി. ഈ കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. വളാഞ്ചേരി CI സുനിൽ ദാസ്, SI ബിന്ദുലാൽ, ഇവരുടെ സഹായി അസൈനാർ എന്നിവർക്കെതിരെ തിരൂർ DYSPയാണ് കേസെടുത്തത്. പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവത്തിൽ സ്ഥലമുടമകളെ ഭീഷണിപ്പെടുത്തി 22 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. SI 10 ലക്ഷവും CI 8 ലക്ഷവും മൂന്നാം പ്രതി 4 ലക്ഷവും തട്ടിയെടുത്തെന്നാണ് FIRൽ പറയുന്നത്. CIയും SIയും ഒളിവിലാണ്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, എന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം? ഈ പരാതിക്കാരിൽ നിന്നും ഈ CIയും SIയും കൈക്കൂലി വാങ്ങിയെന്ന പരാതി ഉയർന്നു വന്നത് എന്നാണ് അനുമോദ്? പോലീസിന്റെ FIR അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ മാർച്ചിലാണ്. മാർച്ച് 30-ാം തീയതിയാണ് ഈ സ്ഫോടക വസ്തുക്കൾ, നിയമവിരുദ്ധമായ സ്ഫോടക വസ്തുക്കൾ പോലീസ് വാഹന പരിശോധനയ്ക്കിടെ പിടിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അത് പക്ഷേ വാഹന പരിശോധനയ്ക്കിടെയല്ല, അതൊരു ക്വാറിയിൽ നിന്നാണ്, അതായത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ക്വാറിയിൽ നിന്നാണ് കണ്ടുകിട്ടിയത്. അങ്ങനെ ഈ കണ്ടെടുത്ത ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത സ്ഥലത്തിൻ്റെ ഉടമ, ക്വാറി പ്രവർത്തിക്കുന്ന സ്ഥലമുടമ നിസാർ, അത് ക്വാറിയുടെ ഉടമസ്ഥൻ നിസാർ, ഇയാളെയാണ് ഈ CIയും SIയും അതുപോലെ തന്നെ ഇവരുടെ സഹായിയായ അസൈനാരും ചേർന്ന് ഭീഷണിപ്പെടുത്തിയത്. നിസാർ കേസിൽ പ്രതിയെടുക്കുമെന്നും റിമാൻഡ് ചെയ്യുമെന്നും ജയിലിലടയ്ക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയെന്നാണ് FIRൽ പറയുന്നത്. CI 8 ലക്ഷവും SI 10 ലക്ഷവും ഇവർക്ക് ഈ ഇടപാടിന് കൂട്ടുനിന്ന അസൈനർ എന്ന വ്യക്തി 4 ലക്ഷവും തട്ടിയെടുത്തു എന്നാണ് FIRൽ പറയുന്നത്. ഇതുമായി സംബന്ധിച്ച് നിസാർ ഈ കേസിൽ അനുമതി സൂചിപ്പിച്ചതുപോലെ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു പോലീസ് CI SIയുടെ അടങ്ങുന്ന സംഘം ഈ സ്ഥലം ഉടമകളെ സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവത്തിൽ ഈ പാറമടയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നത്. അതിൻ്റെ പേരിൽ സ്ഥലം ഉടമകളെ ഭീഷണിപ്പെടുത്തുന്നു. SI 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നു. CI 8 ലക്ഷം വാങ്ങി ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ച വ്യക്തി, ഇവരുടെ സഹായി എന്ന് പറയുന്ന അസൈനാർ 4 ലക്ഷവും തട്ടിയെടുത്തുവെന്നാണ് ഈ പരാതിക്കാർ പോലീസിനെ സമീപിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പോലീസിനെ സമീപിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് DYSP 3 പേർക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. CIയും SIയും ഒളിവിലെന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. CV അനുമോദിലേക്ക് വീണ്ടും. അനുമോദ്, എന്തായാലും 3 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒരു അറസ്റ്റിനുള്ള സാധ്യതയുണ്ടോ, അതോ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇവർ കോടതിയെ സമീപിക്കുമോ? ടോം, ഈ ഒരു കേസിൽ സാധാരണ ഒരാൾ ഈ തട്ടിപ്പുകൾ ചെയ്താൽ എടുക്കുന്ന അതേ നിയമ നടപടികൾ തന്നെയാണ് പ്രതികൾക്കായിട്ടുള്ള പോലീസുകാർക്കെതിരെയും വരിക. ഇവർക്കെതിരെ വഞ്ചന കുറ്റം, അതേപോലെ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ IPC വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. മോഷണം, അതായത്
ഇത്തരത്തിൽ പണം തട്ടിയെടുത്തതിനൊക്കെ ഉള്ള സാധാരണ എടുക്കുന്ന വകുപ്പുകൾക്ക് പുറമെ പോലീസിൻ്റെ വകുപ്പ് തല നടപടികൾ ഉണ്ടായിരിക്കും. ഇവരിപ്പോൾ നിലവിൽ എവിടെയാണെന്ന് അറിയുകയില്ല. മൂന്നാം പ്രതിയായിട്ടുള്ള അസേന എന്താണെങ്കിലും അറസ്റ്റിലായിട്ടുണ്ട്. ഒന്നുകിൽ ഇവർ കോടതിയിൽ ഹാജരായി മുൻകൂർ ജാമ്യം എടുക്കുക, അതല്ലെങ്കിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ശേഷം ജാമ്യം എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു സാധാരണ പ്രൊസീജിയർ ഉള്ളത്. ഇതിന് പുറമെ ഇനി വകുപ്പ് തല നടപടികൾ ഇവർക്ക് എതിരെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മലപ്പുറം SP-യെ നമ്മൾ അല്പസമയം മുമ്പും സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇക്കാര്യത്തിൽ അടുത്ത നടപടി എന്താണെന്ന് പറയാൻ തയ്യാറായിട്ടുള്ള ഒരുപക്ഷെ CAയും SIയും ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടി അത് എന്താകുമെന്ന് ഉന്നതരുമായി ആലോചിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ പ്രഖ്യാപിക്കുക. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു സ്വാഭാവികമായി ഇത്തരം ഒരു ഗുരുതരമായിട്ടുള്ള കേസാണ്. കൈക്കൂലി വാങ്ങുക, അതും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. ഒരു സ്റ്റേഷന്റെ ചുമതലയുള്ള CA ഉൾപ്പെടുന്ന സംഘം ഈ രീതിയിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ സ്വാഭാവികമായും കേസെടുത്തതിന് പിന്നാലെ തന്നെ ഇവർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകേണ്ടതല്ലേ അനുമോദ്? തീർച്ചയായും വകുപ്പ് തല നടപടി ഉറപ്പാണ്. കാരണം ഈ പരാതി നേരിട്ട് അന്വേഷിച്ചിരിക്കുന്നത് തിരൂർ DYSP ആണ്. പരാതി FIR പ്രകാരം ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കേസ് അന്വേഷിച്ചിട്ടുള്ളത്. അപ്പോൾ വകുപ്പ് തല നടപടികൾ എന്താണെങ്കിലും ഇവരെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത്. കാരണം ഒരു ക്രിമിനൽ കേസാണ്. അതിൽ മാത്രമല്ല സേനയെ ഒന്നാകെ നാണം കെടുത്തുന്ന കളങ്കിതമാക്കുന്ന തരത്തിലുള്ള ഒരു കേസിലാണ് ഇവർ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രതി ചേർക്കും, അല്ലെങ്കിൽ പണം തന്നില്ലെങ്കിൽ പ്രതി ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്ത് പണം തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ കേരള പോലീസിനെ നാണം കെടുത്തുന്ന ഒരു സംഭവമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സേനയെ കളങ്കിതമാക്കുന്ന ഒരു നടപടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അർഹമായിട്ടുള്ള ഒരു നടപടി ഇവർക്കെതിരെ വകുപ്പ് തലത്തിൽ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. രണ്ടാമതൊരു കാര്യം, ഇവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമോ അതോ ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിലവിൽ ഇവർ എവിടെയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. മൂന്നാം പ്രതി മാത്രമാണ് ഇപ്പോൾ ഇവരുടെ കസ്റ്റഡിയിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കേസിൽ പ്രതികളാക്കുമെന്ന്, കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വളാഞ്ചേരി CI സുനിൽദാസ്, SI ബിന്ദുലാൽ, ഇവരുടെ സഹായി അസീനാർ എന്നിവർക്കെതിരെ തിരൂർ DYSP ആണ് കേസെടുത്തത്. ഇവർ 22 ലക്ഷം രൂപയോളം 3 പേരും ഈ സ്ഥലമുടമകളിൽ നിന്നും തട്ടിയെടുത്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. വീണ്ടും CV അനുമോദിലേക്ക്. അനുമോദ് നേരത്തെ സൂചിപ്പിച്ചു ഇവർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്ന്. പക്ഷേ നേരത്തെ മുൻപ് ഈ 3 പേർക്കുമെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണോ? ഏതെങ്കിലും പരാതികൾ ഇതേ രീതിയിൽ കൈക്കൂലി വാങ്ങിയെന്ന പരാതി മുൻപ് ഉണ്ടായിട്ടുണ്ടോ ഇവർക്കെതിരെ? ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 ഉദ്യോഗസ്ഥരും ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ എത്തിയിട്ടുള്ളത്. ഇവർ മറ്റ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ സ്ഥലമാറ്റത്തിലാണ് ഈ 2 ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ മുൻപ് മലപ്പുറം ജില്ലയിൽ നമുക്ക് അത്തരത്തിൽ ഇവർ എന്തെങ്കിലും കേസുകൾ ഉൾപ്പെട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ മറ്റൊരു കാര്യം, അത് റൂമറാണ്. അതായത് ഇവരുടെ നടപടികൾ പലതും വളാഞ്ചേരിയിലെ പോലീസുകാർ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായിരുന്നു. ഇവർ കേസുകൾ പലതും ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാണ് പോലീസിന്റെ വളാഞ്ചേരി ഈ ഒരു സ്റ്റേഷനിൽ നിന്നും നമുക്ക് പലതരത്തിൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അതൊരു സ്ഥിരീകരിച്ച വിവരമല്ല, പക്ഷേ ഇവരുടെ നടപടികൾ പലതും ഈ കേസുകൾ ഒതുക്കുന്നതിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലും പലർക്കും പോലീസുകാർക്ക് തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഈ മുൻപ് ഇവർ എവിടെ ജോലി ചെയ്തു എന്നുള്ള വിശദാംശങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇവർ മലപ്പുറം ജില്ലക്കാരല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഇവിടേക്ക് എത്തിയവരാണ്. അതുകൊണ്ട് തന്നെ വകുപ്പ് തല അന്വേഷണം ഇവർക്കെതിരെ മുമ്പ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനി ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അനുമോദ്, ഈ സമീപ ദിവസങ്ങളിലാണ് ഒരു DYSPയും ഒരു ഗുണ്ടാ സംഘവും ഗുണ്ടാ നേതാവും തമ്മിലുള്ള ബന്ധം പുറത്തു വന്നത്. അതായത് വിരമിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കായിരുന്നു ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് DYSPക്കെതിരെ ഇത്തരം ആരോപണം വരികയും പിന്നീട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. മാത്രമല്ല, ഇതുപോലുള്ള കൈക്കൂലി കേസുകളിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്.
അവരെ പിരിച്ചുവിടുന്ന നടപടികളും ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു കടുത്ത നടപടി ഈ വിഷയത്തിലും ഉണ്ടാകേണ്ടതല്ലേ, ഈ കേസിലും? തീർച്ചയായും. പക്ഷേ ഇത് നമുക്കറിയാം, ചില കേസുകളുടെ സാഹചര്യം, അതിന്റെ അന്വേഷണം, അതിന്റെ ഗുരുതരമായിട്ടുള്ള സ്വഭാവം ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. മുൻപ് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് തൊണ്ടി മുതൽ അത് മറിച്ച് വിൽക്കാൻ ശ്രമിച്ച ഒരു സംഭവമുണ്ട്. അത്തരത്തിൽ ആ ഒരു കേസിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു നടപടി സ്വീകരിച്ച് ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവരെ ഒന്നും വകുപ്പിൽ നിന്നും പിരിച്ചുവിടുകയല്ല, മറിച്ച് സസ്പെൻഷൻ നൽകി ഈ ഒരു അന്വേഷണം പൂർത്തിയാക്കി പിന്നീട് ലോ ആൻഡ് ഓർഡർ അല്ലാതെ മറ്റേതെങ്കിലും വിഭാഗങ്ങളിലേക്ക് സ്ഥലം മാറ്റി, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവരെ സർവീസിലേക്ക് തിരിച്ച് എടുക്കുന്ന ഒരു രീതി ഉള്ളത്. സർവീസിൽ തിരിച്ചുവിടത്തക്ക ഗ്രേവ് ഒഫൻസ് ആയിട്ട് അത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ അത് പോലീസ് അതോറിറ്റിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് പൂർത്തിയായിട്ട് വേണം. അതുകൊണ്ട് തന്നെ സർവീസിൽ പിരിച്ചുവിടുക എന്നുള്ള അത്തരത്തിലേക്കൊന്നും ഈ ഒരു കേസുകൾ എത്തുമോ എന്ന് നമുക്ക് പറയാനാകില്ല. നിലവിൽ ഇവർക്കെതിരെ എന്ത് നടപടിയാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. സ്വാഭാവികമായിട്ടും ഇവരെ ചുമതലയിൽ നീക്കുകയായിരിക്കും ആദ്യം ചെയ്യുക. കാരണം ഇത്രയും കളങ്കിതരായി സേനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കിയ ഇത്തരത്തിൽ പണം വാങ്ങിയെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ ആ ചുമതലയിൽ നീക്കുമെന്ന കാര്യം വ്യക്തമാണ്. മറ്റു കാര്യങ്ങൾ എന്തായാലും ഈ വകുപ്പ് തല അന്വേഷണവും മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷമേ അക്കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണ ലഭിക്കുകയുള്ളൂ. പക്ഷെ തുടർച്ചയായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള സേനയെ നാണക്കേടുണ്ടാക്കുന്ന അവരുടെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് പുറത്തു വരുന്നത് അക്ഷരാർത്ഥത്തിൽ സാധാരണക്കാർക്ക് പോലീസിനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നിയമം പാലിക്കേണ്ട ഈ സാധാരണക്കാർക്ക് നിയമം ഉറപ്പാക്കുന്ന സംരക്ഷണം നൽകേണ്ട ഉദ്യോഗസ്ഥരാണ് പണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം. ഇത് നിയമം നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥരാണ് ഈ ഒരു കുറ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നത് തന്നെ ഇതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. വ്യക്തമാണ്. അനുമതി സൂചിപ്പിച്ചത് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. ഇവർ നിയമം നടപ്പാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളിൽ പെടുന്നത്. വളാഞ്ചേരി CIക്കും SIക്കുമെതിരെയാണ് സാമ്പത്തിക ആരോപണം, കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇവർക്കെതിരെ പോലീസ് തന്നെ കേസെടുത്തിട്ടുണ്ട്. വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നാണ് CV അനുമതി സൂചിപ്പിക്കുന്ന വിവരങ്ങൾ. സ്വർണ്ണക്കടത്തിൽ ശശി തരൂരിന്റെ മുൻ PA അടക്കം 2 പേർ ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിൽ. ആ വാർത്ത വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. സ്വർണ്ണക്കടത്തിൽ ശശി തരൂരിന്റെ മുൻ PA അടക്കം 2 പേർ ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിൽ. യാത്രക്കാരിൽ നിന്ന് സ്വർണം വാങ്ങാൻ എത്തിയപ്പോഴാണ് മുൻ PA ശിവകുമാർ പ്രസാദ് കസ്റ്റംസിന്റെ പിടിയിലായത്. 35 ലക്ഷം രൂപയുടെ സ്വർണമാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. ശിവകുമാർ തന്റെ മുൻ ജീവനക്കാരിൽ നിന്ന് സ്ഥിരീകരിച്ച ശശി തരൂർ കർശന നടപടിയും ആവശ്യപ്പെട്ടു. स्टेटमेंट हमें क्या है? स्टेटमेंट क्या है? ये तो एक बुजुर्ग आदमी है जो रिटायर हो गया है और जो मुझे ज़रा सा मदद दे रहा था पार्ट टाइम, जब उनको उनकी स्वास्थ्य उनको करने देते हैं. ये न्यूज़ से बिल्कुल शॉक्ड हूँ. तो इसलिए मैंने कहा कि जो भी अथॉरिटीज़ को करना है उनको करने दीजिए. मुझे तो इसमें कोई बंधन नहीं है. ये होने दीजिए, वो जांच करें, जो भी एक्शन लेना है कर दें. मुझे तो कोई इसमें वो मेरे लिए नहीं गए एयरपोर्ट, मैं तो हूँ नहीं वहाँ, मैं यही हूँ. और अगर वो दूसरे काम के लिए जा रहे हैं तो वो उसकी बिजनेस है, उसको बताने दीजिए. ठीक है, धन्यवाद. ഈ സംഭവത്തെ BJP വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. ശശി തരൂരിനെതിരെ വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. സ്വർണ്ണക്കടത്തിനും സഖ്യമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനം. അതോടൊപ്പം തന്നെ ഈ ശശി തരൂരിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് BJP സംസ്ഥാന നേതൃത്വവും വ്യക്തമാക്കുന്നത്. BV വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ശശി തരൂർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഇയാൾ മുൻ PA ആയിരുന്നുവെന്ന്. എന്നാൽ കർശന നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നു.
ഈ ശശി തരൂരിൻ്റെ പേര് ഈ സ്വർണ്ണക്കടത്തിന് വേണ്ടി, ഇത്തരം കള്ളക്കടത്തിന് വേണ്ടി ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, തിരഞ്ഞെടുപ്പ് കാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു വിവാദമുണ്ടായത് കോൺഗ്രസിനെ സംബന്ധിച്ച് തലവേദന തന്നെയാണ്. ശശി തരൂരിനെതിരെയുള്ള ഒരു വലിയ ആയുധമാക്കി മാറ്റുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ അടിക്കാനുള്ളൊരു വടിയായി ഈ സംഭവത്തെ BJP മാറ്റുകയാണ്. ശശി തരൂരിൻ്റെ സ്റ്റാഫ് അംഗങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്തിൽ പിടിയിലായിരിക്കുന്നത്. ശിവകുമാർ എന്ന ആൾ, അദ്ദേഹത്തിന് 72 വയസ്സുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ്. ശശി തരൂർ അദ്ദേഹത്തെ അറിയില്ലെന്നോ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്നില്ലെന്നോ പറയുന്നില്ല. പാർട്ട് ടൈം സ്റ്റാഫ് എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നു. തനിക്ക് ചില സേവനങ്ങൾ നൽകിയിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം നൽകിയ ബൈറ്റിലും അദ്ദേഹം എക്സിൽ കുറിച്ച വരികളിലും അക്കാര്യമാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ശശി തരൂരിന് എന്ത് സേവനമാണ് ഇതുവരെ ശിവകുമാർ നൽകിയത് എന്നത് വ്യക്തമാക്കണമെന്നാണ് BJPയുടെ ആവശ്യം. പ്രധാനമായും എയർപോർട്ട് കേന്ദ്രീകരിച്ച് ശിവകുമാറിൻ്റെ സേവനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്ത് സേവനമാണ്, എയർപോർട്ട് കേന്ദ്രീകരിച്ച് എന്ത് സേവനമാണ് ശശി തരൂരിന് നൽകിയത്? ഈ സ്വർണ്ണക്കടത്തിൽ പിടിയിലാകുമ്പോൾ ആദ്യമായല്ല ഇങ്ങനെ ഒരു ഇടപാട് നടത്തിയത് എന്ന ഗുരുതരമായ ആരോപണവുമായി BJP എത്തുന്നു. ഇപ്പോൾ കസ്റ്റംസിൻ്റെ അന്വേഷണമാണ്. കൂടുതൽ കേന്ദ്ര ഏജൻസികൾ ഈ അന്വേഷണത്തിലേക്ക് എത്തുമെന്ന കാര്യവും ഉറപ്പാണ്. ഏതാണ്ട് 1 കിലോ സ്വർണ്ണമാണ് ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്ന് ശിവകുമാർ കൈപ്പറ്റിയത്. ഈ 2 പേരെയും കസ്റ്റംസ് അവിടെ പിടികൂടുകയും ചെയ്തു. തുടർന്നാണ് ഈ സ്വർണ്ണക്കടത്ത് എന്ന വിവരം മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശശി തരൂരാകട്ടെ പറയുന്നത് 72 വയസ്സുള്ള ആളാണ്, ഇദ്ദേഹത്തെ അറിയാമായിരുന്നു, ഡയാലിസിസ് ചെയ്തിരുന്ന ഒരാളാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് ഒരു മാനുഷിക പരിഗണനയിലൂടെ തൻ്റെ പാർട്ട് ടൈം ജീവനക്കാരനായി നിലനിർത്തിയിരുന്നു എന്ന ഒരു വിശദീകരണമാണ്. പക്ഷേ ഇതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം രാജീവ് ചന്ദ്രശേഖറിൻ്റെ അത് അടക്കമുള്ള പ്രതികരണങ്ങൾ, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഈ സ്വർണ്ണക്കടത്തിൽ പോലും ഈ ഇടത് വലത് ഐക്യം എന്നതാണ്. നമുക്കറിയാം കേരളത്തിൽ നടന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതിനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ്, കൂട്ടി വായിച്ചുകൊണ്ടാണ് ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. ആ നിലയ്ക്ക് തന്നെ കേരളത്തിൽ ഇതിൻ്റെ ഒരു പ്രചരണം ഉണ്ടാകും. കാരണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെയും പ്രതിപക്ഷം പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ അതങ്ങനെയല്ല, നിങ്ങൾ സംയുക്തമായി നടത്തുന്ന ഒരു കാര്യമാണ് എന്ന ധ്വനിയോട് കൂടിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. മാത്രവുമല്ല BJP ആ നിലയ്ക്ക് തന്നെ ഈ വിഷയത്തെ ഏറ്റെടുക്കുകയും ചെയ്യും. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം, അതായത് ധർമ്മശാലയിലാണ് താനുള്ളത് എന്നൊരു വിശദീകരണമാണ് ശശി തരൂർ നൽകിയത്. താൻ അവിടെ ഉള്ളപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. കൂടുതൽ അന്വേഷണം വരട്ടെ, ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കട്ടെ, തനിക്ക് ഇതിൽ പങ്കില്ല, ഞെട്ടിക്കുന്ന സംഭവം എന്നൊരു കാര്യം ശശി തരൂർ പറയുന്നു. അതേസമയം തന്നെ എങ്ങനെ ഈ സ്വർണ്ണക്കടത്ത് ഇതാരാണ് ദുബായിൽ നിന്ന് എത്തിയത്, നേരത്തെ ഇങ്ങനെയുള്ള ഇടപാട് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നേരത്തെയും ഇതുപോലെ യാത്രക്കാർ എത്തുകയും അവരിൽ നിന്ന് ശിവകുമാർ സ്വർണം കൈപ്പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് സ്വാധീനമാണ് എയർപോർട്ടിലുള്ളത്? പാർലമെന്റ് എന്ന നിലയ്ക്കുള്ള ഒരു വിഷയമാണ്. ആരാണ് സ്വർണം കൊണ്ടുവന്നത്, ആരിൽ നിന്നാണ് ഈ സ്വർണം ഇയാൾ കൈപ്പറ്റിയത്, ഇതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. നിരവധി മലയാളികൾ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് സംഘങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിലൂടെ സ്വർണം കടത്തുന്ന സംഭവങ്ങൾ നിത്യേന റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. വിനോദ്, ഈ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഈ സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഏതെങ്കിലും മലയാളി സംഘമായിരിക്കുമോ, അതോ മറ്റേതെങ്കിലും ബന്ധം, ഒരു രാജ്യാന്തര തലത്തിലുള്ള ഒരു ബന്ധം പരിശോധിക്കേണ്ടതാണോ, സംശയിക്കേണ്ടതാണോ? ടോം, ഇതിൻ്റെ ഒരു സാഹചര്യം 1 കിലോ സ്വർണം കൊണ്ടുവരിക എന്നത് സ്വാഭാവികമായും ഇങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ്. ഇത്രയും സ്വർണം അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ല എന്നത്. പക്ഷേ പുറപ്പെട്ട സ്ഥലം മുതൽ എങ്ങനെയാണ് വിമാനത്തിൽ ഇത്രയും സ്വർണം കയറ്റാൻ കഴിഞ്ഞത്, അതോടൊപ്പം തന്നെ ഇവിടെ കൈമാറ്റം ചെയ്യുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് പിടികൂടുന്നത്. എന്തുകൊണ്ട് വിമാനത്താവളത്തിനുള്ളിലെ പരിശോധനകളിൽ ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ വിമാനത്താവളത്തിനുള്ളിൽ ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ഈ നയതന്ത്ര പാഴ്സലാണ് തിരുവനന്തപുരത്ത് വിവാദമായതെങ്കിൽ ഇത് യാത്രക്കാരൻ്റെ ബാഗേജ് വഴി വന്ന സ്വർണമെന്നാണ്
ഒരുപക്ഷെ നയതന്ത്ര പാഴ്സൽ എന്നത് കുറച്ചുകൂടി സുരക്ഷിതമായ വഴിയായി കണ്ടെത്തുകയും അതിനുള്ളിലൂടെ സ്വർണം കടത്തുകയും ചെയ്ത ഒരു സംഭവമാണ് കേരളത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ ശശി തരൂരിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരു അംഗം യാത്രക്കാരനായി എത്തിയ ഒരാളിൽ നിന്നാണ് 1/2 കിലോ സ്വർണം കൈപ്പറ്റുന്നത്. ഈ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യമായല്ല ഇങ്ങനെ ഒരു ഇടപാട് നടന്നതെന്നത് നമുക്ക് കണക്കാക്കേണ്ടി വരുന്നു. ഇതുതന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് അന്വേഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം പോകുമെന്നത് ഉറപ്പാണ്. CBI അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇതിലേക്ക് എത്തിയേക്കും. ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസാന ലാപ്പാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ശശി തരൂരിനും പ്രത്യേകിച്ച് കോൺഗ്രസിനും ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുന്നത്. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും മത്സരിച്ച ഒരു നേതാവ്, വലിയ വിശ്വപൗരൻ എന്ന ഇമേജുള്ള നേതാവ്, കോൺഗ്രസിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകാരിൽ ഒരാൾ, അദ്ദേഹം ഇപ്പോൾ ധർമ്മശാലയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂടിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള ഒരാൾ സ്വർണ്ണക്കടത്തിൽ പിടിയിലാകുന്നത്. അത്യന്തം ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇദ്ദേഹത്തിന് എന്ത് സേവനമാണ്, അതായത് ശശി തരൂരിന് എന്ത് സേവനമാണ് ശിവകുമാർ പ്രസാദ് നൽകിയത് എന്ന ചോദ്യം ഇതിനകം തന്നെ BJP ഉന്നയിച്ചു കഴിഞ്ഞു. ഏത് നിലയ്ക്കുള്ള സ്റ്റാഫായിരുന്നു, ഏത് തരത്തിലാണ് ഇദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തിച്ചത്, വിമാനത്താവളത്തിൽ സേവനം നൽകിയെങ്കിൽ അത് എന്ത് സേവനമാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ തന്നെ BJP ഉയർത്തുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സമയത്ത് മറുപടി പറയുക, ഇതിൻ്റെ പിന്നാലെ പോവുക എന്നത് രാഷ്ട്രീയമായി തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ. തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ ശശി തരൂരിനെ ഈ വിഷയം പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. സ്വാഭാവികമായും മുൻ സ്റ്റാഫ് അംഗം പിടിയിലായ സാഹചര്യത്തിൽ ഇനി ആ രീതിയിൽ തരൂരിൻ്റെ പങ്ക് സംബന്ധിച്ച് ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ടോ? അത്തരം നീക്കങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ വിനോദ്? തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ കരുതാം. കാരണം കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ആണ് ഇത്തരമൊരു വിവാദത്തിലേക്ക് വന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ BJP ഈ അവസരത്തിൽ അന്വേഷണം കാര്യക്ഷമമായി കൊണ്ടുപോകും എന്നത് ഉറപ്പാണ്. ശശി തരൂരിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഉണ്ടാകും. പ്രധാനമായും ശിവകുമാർ ഏത് തരത്തിലുള്ള സേവനം നൽകിയിരുന്നു, എന്ത് ജോലിയാണ് ശശി തരൂരുമായി ചേർന്ന് നടത്തിയിരുന്നത്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായിരുന്നു എന്ന് പറയുമ്പോൾ പാർട്ട് ടൈം ആണെന്ന് ഇപ്പോൾ ശശി തരൂർ പറയുന്നെങ്കിൽ കൂടി അങ്ങനെ എന്ത് സേവനമാണ് ഇദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിരുന്നത് എന്ന കാര്യം കൃത്യമായും അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ശശി തരൂർ വിശദമാക്കേണ്ടി വരും. ഒരുപക്ഷേ ശശി തരൂരിൽ നിന്ന് മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ പോലുള്ള നടപടികളിലേക്കും കടന്നേക്കാം. BJP സംബന്ധിച്ച് ഇപ്പോൾ വീണ് കിട്ടിയ ഒരു അവസരമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യവും മാത്രവുമല്ല, കോൺഗ്രസ് നേതൃത്വവും അത്ര രസത്തിലായിരുന്നില്ല ശശി തരൂർ. അദ്ദേഹം ഈ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയം മുതൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നേതൃത്വത്തിനെതിരെ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് പ്രവർത്തക സമിതി പോലുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ച് അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ടായത്. അപ്പോഴും ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സമയത്ത് ശശി തരൂർ ഒരു വിവാദത്തിലേക്ക് ചെന്ന് വീഴുകയാണ്. സ്വർണ്ണക്കടത്ത് പോലെ വലിയ ഗുരുതരമായ ഒരു സംഗതി, അതിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ആൾ ഉൾപ്പെട്ടു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ശിവകുമാറുമായുള്ള തരൂരിൻ്റെ ബന്ധം അത് തന്നെയാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉയർന്നു വരുന്നതും അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ പ്രധാന അന്വേഷണ ഘടകമായി എത്തുന്നതിൽ ഒരു കാര്യം ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു, നേരത്തെ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടോ, എവിടെ നിന്നാണ് ഇങ്ങനെ സ്വർണം വന്നത്, ഇപ്പോൾ ദുബായിൽ നിന്നെത്തിയ ഒരു യാത്രക്കാരനാണെങ്കിൽ എവിടെയെങ്കിലും നിന്ന് ഇത്തരത്തിൽ നേരത്തെ തന്നെ സ്വർണം വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ BJP നേതാക്കൾ പറയുന്നത് ആദ്യമായല്ല ഇങ്ങനെ ഒരു സ്വർണ്ണക്കടത്ത് നടന്നത്, ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്, ഇത് തുടർച്ചയായി നടന്ന ഒരു കാര്യമാണ്. വിമാനത്താവളത്തിനുള്ളിൽ ഇവർക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? കാരണം ഒരു പരിശോധനകളുമില്ലാതെ ഈ സ്വർണം കടന്നു വരുന്ന ഒരു സാഹചര്യം, കൈമാറ്റം വരെ എത്തുന്ന ഒരു നിലയിലേക്ക് എത്തുമ്പോഴാണ് കസ്റ്റംസിൻ്റെ പിടിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിനുള്ളിൽ ഇവർക്ക് സഹായം ലഭിച്ചു എന്ന സംശയവും ബലപ്പെടുകയാണ് ടോം. വ്യക്തമാണ്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ശശി തരൂരിനെതിരെയും കോൺഗ്രസിനെതിരെയും ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് BJP. ശശി തരൂരിൻ്റെ മുൻ PA ആണ് ശിവകുമാറാണ് സ്വർണവുമായി 37 ലക്ഷം രൂപയുടെ സ്വർണവുമായി ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിലായത്. ഈ സംഭവത്തിൽ ശശി തരൂരിന് പങ്കുണ്ടോ? ശശി തരൂരും ഈ വ്യക്തിയും ശിവകുമാറും തമ്മിലുള്ള ബന്ധമെന്താണ്? ഏത് രീതിയിലുള്ള ഒരു സഹായമായിരുന്നു, ഇടപാടുകളായിരുന്നു
ശശി തരൂരും ഈ വ്യക്തിയും തമ്മിൽ, ഈ ശിവകുമാറും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാണ് BJP ആരോപണം ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിലടക്കം ഒരുപക്ഷെ ശശി തരൂരിനെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചേറെ നടുക്കമുണ്ടാക്കിയ വാർത്തയായിരുന്നു പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ്. ആ കേസിൽ അറസ്റ്റിലായ പ്രതി സലീമിനെ കൂത്തുപറമ്പിലെത്തിച്ച് തെളിവെടുത്തു. പീഡനശേഷം കുട്ടിയിൽ നിന്നും കവർന്ന സ്വർണ്ണക്കമ്മൽ കൂത്തുപറമ്പിലെ ജുവലറിയിലാണ് സലീം വിറ്റത്. കൂത്തുപറമ്പിലെ സഹോദരിയുടെ വീട്ടിലെത്തിയ ശേഷം അവരെയും കൂട്ടിയാണ് സലീം സ്വർണം വിൽക്കാനെത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇന്നലെയാണ് സലീമിനെ ഹോസ്ദുർഗ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. KV ബൈജു ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന്. ബൈജു, കഴിഞ്ഞ ദിവസം ഈ പ്രതിയെ സലീമിനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അന്ന് നമ്മൾ കണ്ടതാണ്. പടന്നക്കാട്ടെ ആ വീട്ടിലെത്തിച്ചപ്പോൾ ഈ കൂത്തുപറമ്പിലെ ജുവലറിയിൽ പ്രതിയുമായി തെളിവെടുപ്പിലെത്തുമ്പോൾ അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ടോമെ, അത്തരമൊരു സാഹചര്യം കൂത്തുപറമ്പ് ജ്വല്ലറിയിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം ഇത് നമുക്കറിയാം, സംഭവ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലായിരുന്നു. പ്രധാനമായും മുഖംമൂടി ധരിച്ചായിരുന്നു ഈ സംഭവ സ്ഥലത്തേക്ക് പ്രതിയെ കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മുഖംമൂടി മാറ്റണം എന്ന് പറഞ്ഞായിരുന്നു ആ സമയത്ത് വലിയ പ്രതിഷേധം ഉണ്ടായത്. പക്ഷേ കൂത്തുപറമ്പ് ജ്വല്ലറിയിൽ എത്തിയപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. ഇന്നലെയാണ് കാസർഗോഡ് പോക്സോ ജഡ്ജി ഇത്തരത്തിൽ 5 ദിവസത്തേക്ക് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രധാനമായും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രധാനമായും DNA പരിശോധനാ ഫലം ഉൾപ്പെടെ അത്തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാക്കണം. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ന് ജ്വല്ലറിയിൽ എത്തിയപ്പോൾ ഈ ജ്വല്ലറി ഉടമ ഇയാളെ തിരിച്ചറിഞ്ഞു എന്നത് തന്നെയാണ്. മാത്രമല്ല, ഇയാൾ വിൽപ്പന നടത്തിയ 6500 രൂപക്കായിരുന്നു ഈ കുട്ടിയുടെ കമ്മൽ ഇവിടെ വിൽപ്പന നടത്തിയത്. ആ സ്വർണവും കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായി ഈ ജ്വല്ലറി ഉടമ മാറിയിരിക്കുന്നു. എന്തായാലും നിരവധി ആളുകൾ ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു ഈ തെളിവെടുപ്പിനെത്തിയപ്പോൾ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത് കാരണം ഇത്രയും ദൂരം ഒരു സ്ഥലം മാറിയെന്നുകൊണ്ടാണ്. ഈ പ്രതി ഈ സംഭവം നടത്തിയത് ഈ മാസം 15-ാം തീയതിയാണ്. 15-ാം തീയതി ഈ സംഭവം നടത്തിയതിനു ശേഷം പ്രതി നേരെ പോയത് തലശ്ശേരിക്കാണ്. തലശ്ശേരി ഈ പ്രതിയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു. ഈ സഹോദരിയും കൂട്ടിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ സ്വർണം വിൽപ്പന നടത്താൻ പോയത്. പക്ഷേ സഹോദരിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നാലും ഈ സഹോദരിയെ ഈ കേസിൽ പ്രതി ചേർക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നിന്നും മൈസൂറിലേക്കും പിന്നീട് മുംബൈ, ഗോവ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ പോയി പിന്നീടാണ് ആന്ധ്രാപ്രദേശിലേക്ക് പ്രതി കടക്കുന്നത്. ആന്ധ്രയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു പ്രതിയെ ഇത്തരത്തിൽ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും ഈ പ്രതിയുടെ മുടിയും ഒപ്പം രക്തസാമ്പിളുകളും ഇപ്പോൾ DNA പരിശോധന ഫലത്തിനായി ശേഖരിച്ചിട്ടുണ്ട്. അത് കണ്ണൂർ ഫോറൻസിക് ലാബിലേക്കാണ് പരിശോധനയ്ക്ക് അയച്ചത്. അത്തരത്തിൽ ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും ഒപ്പം കൂടുതൽ സാക്ഷികളെയും അതാണ് പോലീസ് ഇക്കാര്യത്തിൽ പ്രധാനമായും സ്വീകരിക്കുന്ന നടപടി. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹോസ്ദുർഗ് CI ആസാദാണ്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് തന്നെയാണ്. വിഷ്ണുപ്രിയ കൊലക്കേസ് നമുക്കറിയാം, വലിയ വിവാദമായ കേസാണ്. ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കേസിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇത്തരത്തിൽ നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ച് കൃത്യമായ തെളിവുകളോടെ ഈ പ്രതിക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന് തന്നെയാണ് പോലീസ് സ്വീകരിക്കുന്ന നടപടി. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ഇത്തരത്തിൽ 5 ദിവസം കസ്റ്റഡിയിൽ വാങ്ങുന്നതും കൂടുതൽ തെളിവെടുപ്പ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്, 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിലവിൽ ഈ പ്രതിയുമായി കൂത്തുപറമ്പിലെ തെളിവെടുപ്പ് പൂർത്തിയായി. ഇനി ഏതെങ്കിലും തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ടോ? മാത്രമല്ല, ഇനിയുള്ള ചോദ്യം ചെയ്യൽ പോലീസിനെ സംബന്ധിച്ചേറെ നിർണായകമാണ്. മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഈ കേസിനപ്പുറം, ഈ പടന്നക്കാട്ട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിനപ്പുറം മുൻപ് 2 കവർച്ചാ കേസുകൾ ഇയാൾക്ക് പങ്കുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പോലീസിന് ചോദ്യം ചെയ്യൽ ഇയാൾ തന്നെ സമ്മതിച്ചിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചോദ്യം ചെയ്യലിൽ മറ്റേതെങ്കിലും കേസുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ആ കേസുകളിലേക്കും ഈ നിലവിൽ കസ്റ്റഡിയിൽ കാലാവധി ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ കേസുകളിലേക്കും പോലീസിന്റെ അന്വേഷണം നീങ്ങുമോ ബൈജു?
തീർച്ചയായും അത്തരം കാര്യങ്ങളിലേക്ക് കൂടി പോലീസ് കടക്കും. അത് പ്രധാനമായും കോടതിയെ ധരിപ്പിച്ചതുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. അതുകൂടി കണ്ടുകൊണ്ടാണ് 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടത്. ടോം സൂചിപ്പിച്ചതുപോലെ 15-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിന് തൊട്ട് 2 ദിവസം മുമ്പ് ഈ പ്രദേശത്ത് തന്നെയുള്ള 2 വീടുകളിലാണ് ഇത്തരത്തിൽ കവർച്ചാ ശ്രമം, ഒരു സ്ഥലത്ത് കവർച്ചാ ശ്രമം, ഒരു സ്ഥലത്ത് കവർച്ചയും. ഈ 2 കേസിലും പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലും കൂടുതൽ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ ഇയാൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം അത് കണ്ടെടുക്കേണ്ടതുണ്ട്. അത് നാളെയോ മറ്റന്നാളോ അത്തരത്തിൽ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൃത്യമായ തെളിവെടുപ്പും അത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടെടുക്കുന്ന ഇതിലേക്കും പോലീസ് കടക്കും. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയാണ് പോലീസ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഒപ്പം ഇയാൾക്ക് മറ്റേതെങ്കിലും കേസുകളുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാവും. ഇന്നലെ 12 മണിയോടുകൂടിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. അപ്പോൾ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു. പക്ഷേ വിശദമായ ചോദ്യം ചെയ്യൽ നാളെയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നാളത്തേക്ക് കൂടി ഈ സംഭവങ്ങളുടെ തെളിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മറ്റന്നാളോടുകൂടി തന്നെ ഇയാളെ ചിലപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും 5 ദിവസത്തെ കസ്റ്റഡി ഉണ്ട്. അതിന് മുൻപ് മറ്റു കാര്യങ്ങൾ പൂർത്തിയായാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇയാളെ തിരിച്ച് കോടതിയിലേക്ക് തന്നെ ഹാജരാക്കും. എന്തായാലും ഇയാൾക്കെതിരെ മടിക്കേരിയിൽ 2 കേസുണ്ട്. ഒപ്പം ഒരു പോക്സോ കേസിൽ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലും ഇയാൾ പ്രതിയാണ്. ഇതിൽ 3 മാസം ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉള്ളത് കൊണ്ട് തന്നെ ഇനി അറിയപ്പെടാത്ത ഏതെങ്കിലും സംഭവങ്ങൾ ഇയാൾ നടത്തിയതുണ്ടോ അത്തരം കാര്യങ്ങൾ പോലീസ് എന്തായാലും ഗൗരവമായി തന്നെ ഇയാളിൽ നിന്നും ചോദ്യം ചെയ്യുന്നുണ്ട്. അത്തരം നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കി മാത്രമേ മറ്റ് കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കൂ. കാരണം ഈ കേസിൽ പ്രധാനമായും ഇത്തരത്തിൽ സാക്ഷികളും തെളിവുകളും പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രതി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്. കാരണം അത്രയും ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഇയാൾ ചെയ്തത്. കാരണം ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഒരു കുട്ടി, അതും പുലർച്ചെ 2:30 വീട്ടിൽ നിന്നും എടുത്തു കൊണ്ടുപോയി ഇത്തരത്തിൽ 1.5 മണിക്കൂറോളം തടങ്കിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ കമ്മൽ ഉൾപ്പെടെ ആഭരണങ്ങൾ കവർച്ച ചെയ്യുന്ന അത്രത്തോളം ഹീനമായൊരു പ്രവൃത്തിയാണ് ഇയാൾ ചെയ്തത്. നമുക്കറിയാം ഈ കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ ഈ ബന്ധുക്കൾ സ്വന്തം ഉമ്മ പോലും തള്ളിപ്പറയുന്ന സാഹചര്യം ഈ പ്രതിക്കെതിരെ ഉണ്ടായിരുന്നു. വീട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇയാളെ കസ്റ്റഡിയെടുക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അത്തരത്തിൽ മുഴുവൻ ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധം ഉയർന്നു വന്ന ഒരു കേസാണ്. അതുകൊണ്ട് ഇതിൽ കൃത്യമായ ഇതിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന് തന്നെയാണ് പോലീസ് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ശാസ്ത്രീയമായ തെളിവുകൾ തേടുമെന്ന് പോലീസ് പറയുന്നത്. അത് ഏതെങ്കിലും കാരണവശാൽ ഒരു തെളിവുകൾ പോലും ബാക്കിയാവരുത്. അത്തരത്തിൽ കൃത്യമായ തെളിവുകൾ പോലീസ് ഇപ്പോൾ ശേഖരിക്കുന്നു. തന്നെ അന്വേഷണ സംഘം ഈ പ്രതി സലീമിനെതിരെ മറ്റു ചില പരാതികളും ഉയർന്നു വന്നിട്ടുണ്ട്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ മറ്റ് 2 മോഷണങ്ങൾ ഈ സമീപത്ത് തന്നെ നടത്തിയിട്ടുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ആ കേസുകളും പരിശോധിക്കുന്നുണ്ട്. ബൈജു, അതോടൊപ്പം ഈ കാസർഗോഡ് ജില്ലയിലെ സമീപകാലത്ത് നിരവധി ലൈംഗിക പീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ രജിസ്റ്റർ ചെയ്തത് കാസർഗോഡ് സ്വദേശിനിയായ യുവതിയെ മംഗളൂരുവിലെ ഹോട്ടലിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കിയെന്ന കേസാണ്. കാഞ്ഞങ്ങാട്ടിലെ ജിം പരിശീലകനെതിരെയായിട്ടാണ് ഈ പരാതി വന്നത്. അയാൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുല്ലൂർ സ്വദേശി കെ സുജിത്തിനെയാണ് മംഗളൂരു ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു തട്ടിക്കൊണ്ടുപോയിട്ടുള്ള പീഡനമാണോ അതോ പ്രണയം നടിച്ചുള്ള പീഡനമാണോ? എന്താണ് പരാതിയിൽ പറയുന്നത്? പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഈ FIR-ൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇയാൾക്കെതിരെ, ഈ സുജിത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്? ടോമെ, പുല്ലൂർ പെരിയ കൊടബലം സ്വദേശിയായ ജിംനാഷ്യം ട്രെയിനറാണ് ഈ സുജിത്ത്. ഈ സുജിത്തിന് എതിരെയുള്ള പരാതി ഉയർന്നു വന്നിരിക്കുന്നത് മംഗളൂരുവിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിച്ച യുവതി, അതായത് ഇയാൾ കൂട്ടിരിപ്പിനായി ആ യുവതിയെ സഹായിക്കാൻ എന്ന വ്യാജനെ എത്തുകയും 13-ാം തീയതി, അതായത് മാർച്ച് 13-നാണ് ഈ യുവതി ഇത്തരത്തിൽ മംഗളൂരുവിലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നത്. അതിനുശേഷം 15-ാം തീയതിയാണ് ഇയാൾ ഇതേ ആശുപത്രി മുറിയിൽ വെച്ച് ഇയാളെ ഈ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. അതിനുശേഷം നഗ്ന ഫോട്ടോ എടുക്കുകയും പിന്നീട് തുടർച്ചയായി ഇത് ഫോട്ടോവും മറ്റും കാണിച്ച് ഭീഷണിപ്പെടുത്തി ലോഡ്ജിലും മറ്റും കൊണ്ടുപോയി നിരന്തരം പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും അവസാനമായി ഈ യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ് ഈ വിവരം പുറത്തു വരുന്നതും കർണാടക പോലീസ് ഈ കേരളത്തിലേക്ക് എത്തി, അതായത് കാസർഗോഡ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായത്. എന്തായാലും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇയാൾക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക പീഡനം ഉൾപ്പെടെ തട്ടിക്കൊ നിരവധി വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. മംഗളൂരു ഈസ്റ്റ് പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. ഇയാളിപ്പോൾ റിമാൻഡിൽ
ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ കാഞ്ഞങ്ങാട് എത്തിയായിരുന്നു ഈ പോലീസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇയാൾ ഏതായാലും ഇപ്പോൾ റിമാൻഡിലാണ്. 14 ദിവസത്തേക്ക് കോടതി ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ സഹായം വാഗ്ദാനം ചെയ്ത് കൂടെ കൂടുകയും പിന്നീട് ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. എന്തായാലും ആ കേസിൽ ഏതായാലും പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇയാൾ കാഞ്ഞങ്ങാട് സ്വദേശിയായ, കാഞ്ഞങ്ങാട് ഒരു ജിം ട്രെയിനറാണ്. ഇയാൾ യുവതിയുടെ സുഹൃത്തെന്നാണ് പറയുന്നത്, പോലീസ് പറയുന്നത്. അത്തരത്തിൽ സഹായം വാഗ്ദാനം ചെയ്ത് കൂടെ കൂടുകയും ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇയാൾക്കെതിരെ പീഡന കേസ് ഉൾപ്പെടെ അതിക്രമിച്ച ഇത്തരത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ടോം, കാസർഗോഡ് സ്വദേശിനിയായ യുവതിയെ മംഗളൂരുവിലെ ഹോട്ടലിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കിയെന്ന കേസിലാണ് കാഞ്ഞങ്ങാട്ടെ ജിം പരിശീലകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. തൃശൂർ പടിഞ്ഞാറക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെയും ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെയും സംയുക്ത പരിശോധനയിൽ അനധികൃതമായി മരുന്ന് വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തിയതായാണ് കണ്ടെത്തൽ. സ്ഥാപനത്തിനുടമ നിരവധി ലഹരിമരുന്ന് കേസുകളിൽ പ്രതിയാണ്. ബോഡി ബിൽഡർമാർക്ക് സ്റ്റാമിന വർദ്ധിപ്പിക്കാനായാണ് മരുന്നുകൾ നൽകുന്നതെന്ന് സീനിയർ ഡ്രഗ് ഇൻസ്പെക്ടർ പറഞ്ഞു. നവമി ദിനേശ് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, നമുക്കറിയാം ഈ സമീപ നാളുകളിൽ ഈ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും പോലീസിന്റെ ലഹരിവേട്ട നടക്കുന്നുണ്ട്. നിരവധി ഈ ലഹരി സംഘങ്ങൾ പിടിയിലാകുന്നുണ്ട്. അതിനിടെയാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു ലഹരിവേട്ട നടന്നത്. ഈ ബോഡി ബിൽഡർമാർക്ക് സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നതിനായി നൽകുന്ന അനധികൃതമായുള്ള ലഹരി മരുന്ന് അത് വിൽക്കുന്ന സ്ഥലത്ത് പോലീസിന്റെ പരിശോധന നടക്കുന്നു. അനധികൃതമായി മരുന്ന് വിൽപ്പന നടത്തിയതായി കണ്ടെത്തുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്? ഈ സ്ഥാപനത്തിന്റെ ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ പ്രവർത്തനം നടക്കുകയാണ്. പോലീസ് ഈ ലഹരി ഉപയോഗിക്കുന്നവർ, ലഹരി കേന്ദ്രങ്ങൾ, ലഹരി കൈമാറ്റം നടത്തുന്നവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, ഇവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് 285 പേരെയാണ് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസ് പിടികൂടിയത്. ഇതിൽ 281 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണം, വിപണനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ പിടികൂടുന്ന ഒരു പോലീസിന്റെ ഡ്രൈവാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. ഇത് തൃശൂർ മേഖലയിലും പോലീസിന്റെ ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നാണ് തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെയും ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെയും സംയുക്ത പരിശോധനയിൽ ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിൽ നിന്നും ഈ ബോഡി ബിൽഡർമാർക്ക് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് പിടികൂടിയത്. ഇത് BP കൂടുന്നവർക്ക് കൊടുക്കുന്നതാണ്. അതായത് BP ഉള്ളവർക്ക് ഡോക്ടർമാർ കുറിപ്പടിയോടെ കൊടുക്കുന്ന ഒരു മരുന്നാണ്. ഇത്തരത്തിൽ ഉയർന്ന തുകയ്ക്കായി വിൽക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവ പിടികൂടുകയും ചെയ്തത്. പോലീസ് പറയുന്നത് 250 ആംപ്യൂൾ ഫെമൻ ഡ്രാമിൻ ഇഞ്ചക്ഷനും ഇവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട്. എന്തായാലും 110 ഇയാളുടെ വീട്ടിൽ, ഈ വിഷ്ണു എന്നുള്ളൊരു വ്യക്തിയുടെ സ്ഥാപനത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഡ്രഗ്സ് പിടികൂടിയത്. വിഷ്ണു ഇതിനോടകം തന്നെ കഞ്ചാവ് കേസിൽ പ്രതിയാണ്, ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഇയാളുടെ കടയിൽ നടത്തിയ പരിശോധനയിലാണ് വീണ്ടും ഇത്തരത്തിൽ ഡ്രഗ്സ് പിടികൂടുകയും ചെയ്തത്. ഇതോടൊപ്പം ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും സൂചിപ്പിച്ചതുപോലെ ഇയാൾ നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണ്, നിലവിൽ ജയിലിലാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഈ ലഹരി ഇടപാടുകൾ നടത്തുന്നത് ആരാണ്? ഇയാൾ ജയിലിൽ കിടന്നുകൊണ്ടാണോ ഈ ലഹരി കച്ചവടം നിയന്ത്രിക്കുന്നത്? അങ്ങനെ തന്നെയാണ് ടോം നമുക്ക് മനസ്സിലാകുന്നത്. അതായത് വിഷ്ണു ഇപ്പോൾ ജയിലിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് തന്നെ മയക്കുമരുന്ന് ഈ പിടികൂടിയതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിയാണ്. വിഷ്ണുവിന്റെ ഒപ്പമുണ്ടായിരിക്കുന്ന മറ്റുള്ളവരാണ് ഇത്തരത്തിൽ വീണ്ടും ഈ സ്ഥാപനത്തിൽ ഡ്രഗ്സ് വിൽപ്പന നടത്തുന്നത്. ഇവർക്കെതിരെ കേസെടുക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും 150ഓളം ഇത്തരത്തിലുള്ള ഡ്രഗ്സ് പോലീസിന് പിടികൂടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും
വിഷ്ണുവിനെതിരെ വീണ്ടും ഒരു കേസും കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം ആ സ്ഥാപനത്തിലുണ്ടായിരിക്കുന്ന മറ്റ് ജീവനക്കാർക്കെതിരെയും കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ഇത്തരത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ പരിശോധന തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ഇത്തരത്തിൽ ഇവിടെ ഒരു ഡ്രഗ്സ് വിൽപ്പന നടത്തുന്നുണ്ട്. ഈ ജിമ്മിൽ പോകുന്ന ബോഡി ബിൽഡർമാർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ഡ്രഗ്സ് അനധികൃതമായി വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ളൊരു രഹസ്യ വിവരം പോലീസിന് ലഭിച്ചു. ഇതിനെ തുടർന്നാണ് ഈ ഷോപ്പും ഇതിൽ വരുന്നവരെ സംബന്ധിച്ചുള്ള അന്വേഷണം അവരുടെ ഈ ശരീരത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ രീതിയിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന ആരോപണം മുൻപ് മുതലേ ഉയർന്നു വന്നിട്ടുള്ളതാണ്. വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിന്റെ ഉപയോഗം, ഈ ലഹരി മരുന്നിന്റെ ഉപയോഗം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നേരത്തെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 2 ആഴ്ച മുൻപ് കൊച്ചിയിൽ മോഡലായ അൽക്ക ബോണിയെ ലഹരി മരുന്നുമായി പിടികൂടിയപ്പോൾ അന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമായ വിവരങ്ങളുണ്ട്. ഈ മോഡലിംഗ് രംഗത്തുള്ളവർക്ക് ഈ ഫാഷൻ ഷോ അവതരിപ്പിക്കുന്നതിന് മുൻപ് ലഹരി വസ്തുക്കൾ നൽകുന്നു, അതൊക്കെ അവരുടെ പെർഫോമൻസിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് ഈ ലഹരി സംഘങ്ങൾ ഇവരെയൊക്കെ വലയിലാക്കുന്നത്. ഇവിടെയും അത്തരമൊരു നീക്കം ഉണ്ടാകുന്നുണ്ടോ? ഈ ബോഡി ബിൽഡർമാർക്ക് അവരുടെ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലഹരി വസ്തുക്കൾ നൽകുന്നതായിട്ട് മനസ്സിലാക്കണോ? പോലീസും അത്തരത്തിലുള്ള ഒരു സൂചനയാണ് തരുന്നത്. അവർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവിടെ ഇത്തരത്തിൽ ഡോക്ടർമാർ BP ഉള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഡ്രഗ്സ് ആണ്, ഇതാണ് അനധികൃതമായി ഈ സ്ഥാപനത്തിൽ വിൽക്കുന്നതായി അറിയുന്നത്. ഈ ബോഡി ബിൽഡർമാർ അവരുടെ മത്സരത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മസിലൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു പരിധിവരെ കൂടുതൽ ഉപയോഗിച്ചാൽ ശാരീരികമായും മാനസികമായും വലിയ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന അത്തരത്തിൽ വലിയ മാരകമായിട്ടുള്ള ഡ്രഗ്സുകളാണ് ഇവർക്ക് നൽകുന്നത്. ഉയർന്ന തുകയ്ക്ക് ഇവർക്ക് വിൽക്കുന്നു, ഇവരെ പറഞ്ഞ് പറ്റിക്കുന്നു എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. കാരണം ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിച്ചാൽ കൂടുതൽ മസിൽ വരും, അല്ലെങ്കിൽ മത്സരത്തിനൊക്കെ പോകുമ്പോഴേക്കും ഇത് കൂടുതൽ ഉപയോഗപ്പെടുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് പലപ്പോഴും ഇവരെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മോഡലായ അൽക്ക ബോണിയുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഈ ഫാഷൻ ഷോയ്ക്ക് പോകുന്നതിന് മുൻപ് യുവതികൾക്കും യുവാക്കൾക്കും ഇത്തരത്തിൽ ഡ്രഗ്സ് നൽകുകയും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് വരുന്ന രീതിയിലേക്ക് ഈ ലഹരി ഉപയോഗിച്ചാൽ അവർക്ക് ലഭിക്കുമെന്ന് ഇവരെ പറഞ്ഞ് ധരിപ്പിക്കുകയും ഇവരിലെ അതൊരു പിന്നെ ഇവരുടെ അഡിക്റ്റായി ഇതില്ലാണ്ട് ഇവർക്ക് പിന്നെ ജീവിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ഈ മത്സരങ്ങളിലേക്ക് ഇറങ്ങാനോ കഴിയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഇവരിലേക്ക് സൃഷ്ടിക്കുന്നതാണ് ഈ ലഹരികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷഫലമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് എല്ലാ മേഖലകളിലും പരിശോധന നടക്കുകയാണ്. അത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മോഡലിംഗ് രംഗത്തായിക്കോട്ടെ, വിദ്യാർത്ഥികൾക്കിടയിലായിക്കോട്ടെ, ഇത്തരത്തിൽ എല്ലാ മേഖലയിലുള്ളവരിലും ഈ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ മേഖലയിലും വ്യാപകമായി ഈ കടകൾ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു സൂചന ലഭിച്ചാൽ പോലീസ് ആ മേഖലകളിൽ എല്ലാ രീതിയിലും ഒരു പഴുതടച്ചൊരു അന്വേഷണം, ഈ ലഹരി പിടികൂടുക എന്നുള്ളൊരു രീതിയിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായാണ് ഇന്നലെ തൃശ്ശൂരിൽ നടന്ന ഈ ഒരു റെയ്ഡും പിന്നീട് ഇത്തരത്തിലുള്ള ഡ്രഗ്സ് പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ബോഡി ബിൽഡർമാർക്കിടയിൽ ലഹരി ഉപയോഗം വ്യാപകമായ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഡ്രഗ് കൺട്രോൾ വിഭാഗവും ഈ രീതിയിൽ കൃത്യമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. മാത്രമല്ല മോഡലിംഗ് രംഗത്തും ഈ രീതിയിൽ അനധികൃതമായിട്ടുള്ള ലഹരി ഉപയോഗമുണ്ട് എന്ന സൂചനകൾ ലഭ്യമായിരുന്നു. ആ രീതിയിലുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നു. എന്തായാലും നിരവധി ചെറുപ്പക്കാരാണ്, യുവാക്കളാണ് ഈ ലഹരിയുടെ വലയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഈ പോലീസും ഡ്രഗ് കൺട്രോൾ വിഭാഗവും വ്യക്തമാക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.